മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് വൈകുന്നേരം ഒരു അത്യപൂർവമായ ഒരു ടെലിഫോൺ കോള്, ഡേവിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടെലിഫോൺ കോള് എനിക്ക് ഹ്യൂസ്റ്റണിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഗോപാലകൃഷ്ണൻ സാർ അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ അങ്ങേ കണ്ടിട്ടുണ്ടെന്നോട് പറഞ്ഞു. ഓർമ്മയുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, അങ്ങയോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാം എന്ന് വളരെ പുച്ഛസ്വരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ബോംബെയിൽ ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ ഇനാഗുറേറ്റ് ചെയ്ത സമയത്ത് മോഡി പറഞ്ഞു മോഡി പറഞ്ഞു, നമ്മുടെ കർണൻ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവാണ്, അദ്ദേഹം ഗർഭത്തിലുണ്ടായ വ്യക്തിയല്ല. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, മഹാഗണപതിയുടെ കഴുത്തിലെ ആനയുടെ തല അത് പ്ലാസ്റ്റിക് സർജറി ഭാരതീയർക്ക് അറിയാമായിരുന്നു എന്നുള്ളതിന് തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വ്യക്തമായ ഭാഷയിൽ അതിനെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. ഡേവിഡ് പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഒരു സംശയമില്ല. അപ്പം തന്നെ ഞാൻ വിചാരിക്കുകയും ചെയ്തു മോഡിജി പറഞ്ഞത് തെറ്റാണെന്ന്. ഒന്ന്, ഗണപതിയുടെ ആനത്തല മനുഷ്യന്റെ തലയുമായിട്ട് യോജിക്കുന്നതല്ല, അത് പ്ലാസ്റ്റിക് സർജറി നടത്താനും സാധിക്കുന്നതല്ല. അവിടെ മോഡിക്ക് തെറ്റുപറ്റി എന്നുള്ളത് ഒരു സംശയമില്ല. അടുത്തത്, കർണൻ എന്നുള്ളത് വാക്ക് മാറിപ്പോയതാ. ഒന്നുകിൽ ദ്രോണാചാര്യര്, ദ്രോണം എന്ന് വെച്ചാൽ പാത്രം, ടെസ്റ്റ് ട്യൂബ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ദ്രോണ ആചാര്യൻ, ദ്രോണത്തിൽ നിന്നുണ്ടായ ആൾ, അതൊരു ടെസ്റ്റ് ട്യൂബ് ശിശു മാതിരി. ചരിത്ര പുരുഷനാണ്, കഥാപാത്രമല്ല. ഗണപതി കഥാപാത്രമാണ്, ചരിത്ര പുരുഷനല്ല. അല്ലെങ്കിൽ ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡത്തെ 100 ടെസ്റ്റ് ട്യൂബുകളിലാക്കി 100 പേര് അല്ലെങ്കിൽ 101 പേര് ലഭിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. ശരിയാണോ, ചരിത്രമാണോ, സത്യമാണോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മോഡിക്ക് 2 സ്ഥലത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടൊന്ന് ഗണപതിയുടെ കാര്യത്തിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ സാങ്കല്പിക ഈശ്വര സങ്കല്പമായ ഗണപതിയുടെ കാര്യത്തിലും, പിന്നെ ദ്രോണാചാര്യർ എന്ന് പറയുന്നതിൽ സ്ലിപ്പ് ഓഫ് ദി ടങ് കർണൻ എന്നും വന്നത് തെറ്റ്. അത് കഴിഞ്ഞ് ഈ ഡേവിഡ് എന്ന് പറഞ്ഞ് ഹ്യൂസ്റ്റണിൽ നിന്ന് വിളിച്ച വ്യക്തി പറഞ്ഞു, ഇയാൾ കുറേ തെറ്റുകൾ പറയുന്നുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി മരിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. അങ്ങയുടെ അഭിപ്രായത്തെ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മോഡിജിക്ക് അറിയാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഏറ്റവും കുറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത് കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, കമന്റ് പറയാനും ഞാൻ തയ്യാറില്ല. ആദ്യത്തെ 2 എണ്ണത്തിനെ കുറിച്ച് ഞാൻ കമന്റ് പറയാമെന്ന് പറയുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും സമയമില്ല, പിന്നെ എല്ലാം കൂടി ഞാൻ പിന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയപ്പോൾ ആ മറുപടി പിന്നത്തേക്ക് ആക്കണ്ട, ഇനി കുറച്ച് ദിവസത്തേക്ക് യാത്രയുണ്ട്, അപ്പൊ ഇന്ന് തന്നെ അതിന് മറുപടി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഈ ഡേവിഡ് എന്ന് പറഞ്ഞ മനുഷ്യൻ മോഡിജി പറഞ്ഞതിനെതിരെ പറഞ്ഞ ആ മോഡിജി ഒരു ചായക്കടക്കാരനാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഭാരതീയ പൈതൃകത്തെക്കുറിച്ചാണ്. പക്ഷേ ഡേവിഡിനോടും ഡേവിഡിനെ പോലെ സംസാരിക്കുന്ന ആരാധ്യരായ വ്യക്തികളോടും തൊഴുകൈയോടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. PhD ഉള്ള കർദിനാൽമാര്, ലോകം ആരാധിക്കുന്ന പോപ്പ്, ഇവിടുത്തെ ഡോക്ടറേറ്റ് ഉള്ള ബിഷപ്പുമാര്, പ്രഗത്ഭർ എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ടവരായിട്ടുള്ള ആലഞ്ചേരി കർദിനാളിനെ പോലെയുള്ളവരൊക്കെ ഡോക്ടറേറ്റ് ഉള്ളവരാ. അവരിപ്പോഴും പറഞ്ഞു നടക്കുന്നത് യഹോവ ജോസഫിന്റെ അനുവാദം അറിയിക്കാതെ അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഈ കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കിയെന്നല്ലേ. അത് സത്യമാണോ? അത് യഹോവയ്ക്ക് കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കാൻ പറ്റുമോ? ആ ശിശുവിനെ വളർത്തി, ആ ശിശു വളർന്നു, ആ സമയത്തൊരു നക്ഷത്രം ഉദിച്ചു. യഥാർത്ഥത്തിൽ ബൈബിളിൽ അത് പറയണില്ല, ഉണ്ടാക്കിയതാണ്. ശരിക്കും നക്ഷത്രം ആസ് യൂഷ്വൽ ഉദിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ ജോസഫും ഈ മറിയവും അവിടെ സെൻസസിന് വേണ്ടി പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് പ്രസവിച്ചു. അത് ഒരു പുൽത്തൊട്ടിയില് കുറേയധികം ഇടയന്മാരുടെ സംരക്ഷണയിൽ വെച്ചു. അത് തെറ്റല്ലേ? അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത് ഒന്ന്. ഇനി ഒരു സുപ്രഭാതത്തിൽ 7-ാം ദിവസം
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് തെറ്റല്ലേ? അങ്ങനെയാണോ മനുഷ്യനുണ്ടായത്? ശുദ്ധ അബദ്ധമല്ലേ ഡോക്ടറേറ്റ് ഉള്ളവർ പറയുന്നത്? അയാളുടെ വാരിയലിൽ നിന്നൊരു പെണ്ണിനെ സൃഷ്ടിച്ചു. പരമാബദ്ധമല്ലേ അത്? അത് തെറ്റാണെന്ന് പോപ്പ് പറഞ്ഞിട്ടില്ലേ ഇപ്പോ? അത് മാത്രമല്ല, അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി. അതിനേക്കാൾ അബദ്ധമല്ലേ? ആ ആൺകുട്ടി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. കായീൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. ആ പെണ്ണ് എവിടുന്നാ വന്നത്? ഇത് മോഡി പറഞ്ഞ അബദ്ധമല്ല. ഇത് ഡോക്ടറേറ്റ് ഉള്ള കർദിനാൾമാരും ബിഷപ്പുമാരും കുഞ്ഞാടികളെ പട്ടാപ്പകൽ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കാം. ദൈവം ഈ ആണിനോടും പെണ്ണിനോടും വിവേകം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അത് ശുദ്ധ അബദ്ധമല്ലേ? മനുഷ്യന് വിവേകം ഉണ്ടാവണ്ടേ? അവര് ജ്ഞാനക്കനി തിന്നതുകൊണ്ട് ആ ആദവും അവയും നഗ്നരാണെന്ന് മനസ്സിലായി. ഈ ദൈവത്തിന് ഇവർ നഗ്നരാണെന്ന് കാണുന്നതില് അല്ലേ സന്തോഷം? അവർ തുണി കൊടുക്കാതെ ദൈവത്തിനെ കാണണം. അത് മോഡിയല്ല പറഞ്ഞത്. ഈ ബൈബിള് വിശുദ്ധ പുസ്തകമായിട്ട് ഞാൻ വൈദികനാണെന്ന് ഒരു ചളിപ്പുമില്ലാതെ പറഞ്ഞു നടക്കുന്ന അച്ഛന്മാരാണ് കുഞ്ഞാടുകളെ പറഞ്ഞു പറ്റിക്കുന്നത്. ആ ആദം ഒരു സുപ്രഭാതത്തിലുണ്ടായി, അതിൽ നിന്ന് അവയുണ്ടായി, അതിൽ നിന്ന് കുട്ടിയുണ്ടായി, അതിൽ നിന്ന് ഏതൊരു പെണ്ണിനെ കെട്ടി, പിന്നെയും എഫ്രൈലുണ്ടായി, പിന്നെയും കുട്ടി, അത് വിവാഹം കഴിച്ചു. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഈജിപ്തിലേക്ക് പോയി, അവിടെയുള്ള ആൾക്കാരെ കൊന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാരെ എങ്ങനെയാ ഉണ്ടായത്? ആദത്തിൽ നിന്നും അവയിന്നും അല്ലേ? ഈ പരമാബദ്ധങ്ങളുടെ പരമ്പര ചരിത്രമാണെന്നും വേദപുസ്തകമാണെന്നും ബൈബിൾ ആണെന്നും പറഞ്ഞു നടക്കുന്ന ഈ ലോകത്തിലെ ഈ അച്ഛന്മാരും ഡേവിഡ് ഉൾപ്പെടെ ആരാധിക്കുന്ന പള്ളിക്കാരും പറഞ്ഞു നടക്കുന്ന കള്ളത്തരത്തിന്റെ 10 കോടിയിലൊരു അംശം മോഡി പറഞ്ഞിട്ടുണ്ടോ ഡേവിഡ്? ആ ബൈബിള് മുഴുവനും നോക്കാം. യമറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കാം. കർത്താവ് 1,80,000 പേരെ കൊന്നു. എന്തിനാ കൊന്നേ? ബാബറി മസ്ജിദ് പൊളിച്ചതിനാ കർത്താവ് കൊന്നത്? അല്ല, ഇന്ദിരാഗാന്ധിയെ കൊന്നതിനാ കൊന്നത്? ആദ്യജാതരെ എല്ലാവരെയും, അത് കുഞ്ഞാടുകൾ മുതൽക്ക് കോഴി മുതൽക്ക് ആട് മുതൽക്ക് പന്നി മുതൽക്ക് മനുഷ്യൻ മുതൽക്ക് ആദ്യജാതരെ കർത്താവ് കൊന്നു. കർത്താവ് പറഞ്ഞു, എന്റെ വാള് രക്തം കുടിച്ച് ചെടിച്ചിരിക്കുന്നു. ഞാൻ സമാധാനം സ്ഥാപിക്കാനല്ല ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഞാൻ അഗ്നിയിലേക്ക് പോകേണ്ടവരെ അഗ്നിയിലേക്കും മഹാരോഗത്തിലേക്ക് പോകേണ്ടവരെ മഹാരോഗത്തിലേക്കും സിംഹത്തിന്റെ അടുത്തേക്ക് പോകേണ്ടവരെ സിംഹത്തിന്റെ അടുത്തേക്കും പറഞ്ഞയക്കാനാണ് വന്നിരിക്കുന്നത്. നിനക്കെന്തിന് ദൈവരാജ്യം? അത് ഭീകരമല്ലേ? ഇടിവെട്ടുകളുടെയും പേമാരിയുടെയും അഗ്നിയുടെയും വർഷത്തിന്റെയും അല്ലേ എന്നൊക്കെ പറഞ്ഞ കർത്താവിന്റെ ശിഷ്യന്മാരായ ഡേവിഡ് സാറേ, നിങ്ങൾ ഒരു കഥാപാത്രമായ മഹാഗണപതിയെ കുറിച്ച് മോഡി പറഞ്ഞതെടുത്ത് ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വിളിച്ചാൽ ഞാൻ ഉത്തരം നിങ്ങളോട് മാത്രമല്ല പറയേണ്ടത്. ഈ കേരളത്തിലെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കൊന്നൊടുക്കിയും എല്ലാം സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെ കൊന്നൊടുക്കിയും എല്ലാം മതപരിവർത്തനം നടത്തുന്ന ഡോക്ടറേറ്റ് ഉള്ളവരെക്കാൾ ഒരു ചായക്കടക്കാരന് 1-2 അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഇത്രയധികം വിഷമിക്കാനുണ്ടോ ഡേവിഡ് സാറേ? ഏതായാലും കുഞ്ഞാടുകളെ ഒന്നും അങ്ങേര് പറ്റിക്കണില്ല. അങ്ങേര് യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് കുരിശിലേറിയതെന്ന് പറയും. ആ യേശുക്രിസ്തു പുണ്യാത്മാവാണ്. ആ പുണ്യാത്മാവായ യേശുക്രിസ്തുവിനെ തറച്ച ആ കുരിശ് തന്നെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. അത് തന്നെ ശവപ്പറമ്പിലും വെക്കാം. അത് തന്നെ വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ കഴുത്തിലും കൊടുക്കാം. അതേ കുരിശിനെ പൂജിക്കാം. അതേ യേശുക്രിസ്തുവിന്റെ രക്തം വീഞ്ഞായിട്ട് കുടിക്കാം. അതേ യേശുക്രിസ്തുവിന്റെ ശരീരം അപ്പായിട്ട് കഴിക്കാം. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും മോഡി പറഞ്ഞിട്ടില്ലല്ലോ ഡേവിഡ് സാറേ. ഇതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ? ഈ അവനവൻ മലന്ന് കിടന്ന് തുപ്പുന്നതിന് പകരം തുപ്പിയ വീഴുന്നത് അവനവന്റെ പുറത്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് മുഴുവൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിനെ കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല ഡേവിഡ് സാറേ. ഗണപതിയെ കുറിച്ചോ കർണനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും കുറിച്ചോ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടൊരു ഡോക്ടർമാരുടെ സദസ്സില് ഒരു ഹിന്റ്, വലിയ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, ഡോക്ടറേറ്റ് ഒന്നും എടുക്കാത്ത, പള്ളിയിലച്ചന്മാരുടെ പുറകെ പോവാത്ത, കുറച്ച് ആണത്വത്തോടുകൂടി ഹിന്ദുവാണെന്ന് പറയുന്ന മോഡി പറഞ്ഞാൽ അതിന് ക്ഷമിച്ചേര് ഡേവിഡ് സാറേ. നിങ്ങളുടെ അച്ഛന്മാരോടും പറ ബൈബിൾ പച്ചയ്ക്കൊന്ന് വായിക്കാൻ. ഒരിക്കൽ വായിച്ചാൽ നിങ്ങൾ പിന്നെ ഡേവിഡ് എന്ന പേര് പോലും വെക്കില്ല. അറിയണം, ഈ അച്ഛന്മാരും കർദിനാൾമാരും ഈ ലോകത്തിലുള്ള പോപ്പുമാരും ബൈബിളിനെ കുറിച്ച് വേദപുസ്തകമാണെന്ന് ശുദ്ധ അബദ്ധ പേരുമിട്ട് ഈ അച്ഛന്മാരെയും പള്ളിയിലുള്ള കപ്പ്യാർമാരെയും വൈദികനാണെന്ന് സിനിമയിലൂടെയും സീരിയലിലൂടെയും പറയിപ്പിച്ച് ഏത് മണ്ണാങ്കട്ട വേദ നിങ്ങൾക്ക് അറിയാവുന്നേ? എന്താ വേദമെന്നറിയോ നിങ്ങൾക്ക്? അതൊന്നും അറിയാതെ വൈദികനാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടുകളെ പറ്റിക്കുന്ന രീതിയിൽ മോഡി പറ്റിച്ചിട്ടില്ല കേട്ടോ. അത് ഡേവിഡ് സാറെ നിങ്ങൾ അറിയണം. ഹ്യൂസ്റ്റണിലുള്ള
ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഞാൻ യൂട്യൂബിൽ ഇത് നിങ്ങളുടെ പേരിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്ന ഒരു ദിവസത്തിന് കാത്തിരിക്കുകയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.